ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 5 Tech Life. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് റൂട്ടിൻ്റെ IP54 ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. BS ഉള്ള MNRE അപ്രൂവലുള്ള ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയും, ഇത് IP54 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ ഉള്ളിൽ നെറ്റാണ് വരുന്നത്. പിന്നെ ഡയറക്റ്റ് വെള്ളമൊന്നും വീണ് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണാം. കണക്ഷൻസും കാര്യങ്ങളും ജസ്റ്റ് ഒരു 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് വരുന്നത്. നമുക്കിവിടെ തൂക്കിയിടാവുന്ന ഒരു അറൗണ്ട് ഒരു 9-10 കിലോ മാത്രമാണ് വെയിറ്റ് വരുന്നുള്ളൂ. കൂടാതെ ഒരു 5 വർഷ വാറണ്ടി വരുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻസും കാര്യങ്ങളും കാണാം. നമുക്ക് കാണാൻ കഴിയും, ഇതാണ് ഇതിൻ്റെ ഗ്രിഡ് ഇൻപുട്ട് കൊടുക്കേണ്ട ടെർമിനൽസ് വരുന്നത്. ഫസ്റ്റ് എർത്ത്, പിന്നെ ഫേസ്, പിന്നെ ന്യൂട്രൽ, പിന്നെ സെക്കൻഡ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ മെയിൻ ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മെയിൻ ഔട്ട്പുട്ടിൽ എർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ എർത്ത് കൊടുത്തുകൊണ്ട് ഇവിടെ അത്ര നിർബന്ധമല്ല, കൊടുക്കുന്നത് നല്ലതാണ്. പിന്നീട് ഇവിടെ വരുന്നത് ഫേസാണ്, ഔട്ട്പുട്ട് ന്യൂട്രലാണ്. ഇത് സെക്കൻഡ് ഔട്ട്പുട്ടിൻ്റെ ഫേസും സെക്കൻഡ് ഔട്ട്പുട്ടിൻ്റെ ന്യൂട്രലാണ്. നമുക്ക് ബാറ്ററി ടെർമിനൽ കാണാം. ബാറ്ററി ടെർമിനൽ ഇതിൽ വരുന്നത് ഫ്ലവർ ടൈപ്പാണ് ടെർമിനൽ. ഇത് നമ്മളുടെ ലെഗ് ടൈപ്പ് അല്ല, ജസ്റ്റ് പ്ലെയിൻ ആക്കിയിട്ട് ഒരു ടിൻ ലെഗ് എങ്ങാനും അടിച്ചു കൊടുത്തിട്ട് പിൻ ലെഗ് എങ്ങനെ അടിച്ചിട്ട് ഉള്ളിലോട്ട് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാണ് വേണ്ടത്. പിന്നെ നമുക്ക് കാണാൻ കഴിയും, ഇത് BMSൻ്റെ പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ BMS എന്ന് എഴുതിയിട്ടുമുണ്ട്. അതിലാണ് നമ്മൾ ബാറ്ററിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ BMS കേബിൾ കൊടുക്കേണ്ടത്. പിന്നെ ഇത് വൈഫൈയുടെ കാർഡാണ്. അതുപോലെ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും നമുക്ക് മുഴുവനായിട്ടും ചെക്ക് ചെയ്യാം. നമ്മൾ പാനലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാനലിൻ്റെ വോൾട്ടേജ് എത്ര വരുന്നത്, അതുപോലെ തന്നെ ആംപിയർ എത്ര വരുന്നത്, പാനലിൻ്റെ പവർ, കൂടാതെ ഇന്നത്തെ ടോട്ടൽ ടുഡേ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ടോട്ടൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണിക്കണം. പിന്നെ നമ്മൾ ഗ്രിഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററി 100% ആയി എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടുന്ന് വരുന്നത് ഫുള്ള് ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്, വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട്, പവർ ഇവിടെ പുറത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ ലോഡ് ഉണ്ടെങ്കിൽ വീട്ടിലോട്ടുള്ള ലോഡ് എത്രയാണ് എന്നുള്ളത് കാണിക്കും. ഔട്ട്പുട്ട് ഓൺ ആണോ ഓഫ് എന്നുള്ളത് ഇവിടെ നമുക്കറിയാൻ കഴിയുന്നതാണ്. ഇവിടെ ലോഡ് കാര്യമായിട്ടില്ലാത്തതുകൊണ്ടാണ് 0 വാട്ട്സ് എന്ന് കാണിക്കുന്നത്. അത്യാവശ്യം ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതുപോലെ അതിൻ്റെ VAയും അതിൻ്റെ പെർസെൻറ്റേജും എത്ര വാട്ട്സ് ഉണ്ടെന്നുള്ളതെല്ലാം കാണാൻ കഴിയുന്നതാണ്. ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയോട്ട് ചാർജ് ചെയ്യുകയാണോ ഡിസ്ചാർജ് ചെയ്യുകയാണോ എന്നുള്ളത് അറിയാൻ കഴിയും. അതിലോട്ട് പോകുന്ന കറണ്ട്, ഇത് കാരണം ഇത് BMSുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്തതിന് ശേഷമുള്ളതാണ്. BMS കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡീറ്റെയിൽസ് കാണിക്കില്ല, ഇവിടെ മാത്രമേ കാണിക്കുള്ളൂ. BMS കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇവിടെയും കാണിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ലിമിറ്റ്, അതുപോലെ കറണ്ട് ലിമിറ്റ് എത്രയാണ്. ഇപ്പോൾ ബാറ്ററി 100% ആയതുകൊണ്ട് കറണ്ട് ലിമിറ്റ് 0 ആണ്. കാരണം ബാറ്ററിയിലോട്ട് കറണ്ട് എടുക്കില്ലല്ലോ. അതുകൊണ്ട് ഡിസ്ചാർജ് ലിമിറ്റ് 200 ആംപിയറാണ്. 2 ബാറ്ററി ഉള്ളതുകൊണ്ട് 2 ബാറ്ററിയുടെ കൂടി ക്യുമുലേറ്റീവ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഇനി പ്രധാനമായിട്ടും ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് നമുക്ക് കടക്കാം. ഇതിൽ മെയിനായിട്ട് നമുക്ക് ആദ്യം കാണുന്നത് പോലെ തന്നെ സെറ്റിങ്സിലോട്ട് ഇതിനൊരു പാസ്വേഡ് ഉണ്ട്. അത് 1155 എന്നാണ്. 1155 ആണ് പാസ്വേഡ്. ആ പാസ്വേഡ് അടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സെറ്റിങ്സ് തന്നെ കാണുന്നത് വർക്ക് മോഡാണ്. ഇതിൽ ചാർജിങ് മോഡ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോളാർ ഓൺലി, സോളാർ പ്ലസ് AC, സോളാർ ഫസ്റ്റ്. സോളാർ പ്ലസ് AC എന്ന് പറഞ്ഞാൽ സോളാറിനും അതുപോലെ ഗ്രിഡിൽ നിന്ന് ഒരേ സമയം ചാർജ് ചെയ്യും. സോളാർ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സോളാർ ഉള്ള സമയത്ത് സോളാറിനാണ് ചാർജ് ചെയ്യുക. അതല്ല സോളാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യും. അതാണ് സോളാർ ഫസ്റ്റ് കൊടുക്കുന്നത്. നമ്മളിവിടെ സോളാർ ഓൺലിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ലോഡാണ്. ലോഡ് എങ്ങനെ റൺ ചെയ്യേണ്ടത്. അപ്പോൾ സോളാറാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സോളാറിന് എടുക്കും, പിന്നെ AC എടുക്കും. അല്ല AC ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് AC ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ AC എന്നെടുത്തതിന് ശേഷം ബാക്കി സോളാർ വെച്ച് ബാറ്ററി ചാർജ് ചെയ്തിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമാണ് സോളാർ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കത് സോളാർ ഫസ്റ്റോ AC ഫസ്റ്റോ കൊടുക്കാം. പിന്നെ ഉള്ളത് ബാറ്ററി ഫസ്റ്റ് എന്നുള്ള ഓപ്ഷൻ. ബാറ്ററി ഫസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്കൊരു ഓഫ് ഗ്രിഡ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെറ്റിങ്സിൽ പറയും. പിന്നീട് വരുന്നത് നമുക്ക് സിസ്റ്റം സെറ്റിങ്സ് ആണ്. സിസ്റ്റത്തിൽ നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ ടൈം ആൻഡ് ഡേറ്റ്, നമ്മൾ ടൈം ആൻഡ് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ടൈം ആൻഡ് ഡേറ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിങ്സ് ഓക്കെ ആയിരിക്കും. പിന്നീട് വരുന്നത് അഡ്രസ്സാണ്. ഇതാണ് നമ്മളുടെ BMS പ്രോട്ടോക്കോളിൻ്റെ. ഈ ഇൻവെർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെർട്ടറിൽ നമുക്ക് CAN പ്രോട്ടോക്കോളും അതുപോലെ തന്നെ
RS485 പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കണക്ട് ആയിട്ടുള്ളത് CAN പ്രോട്ടോക്കോളാണ്. അപ്പോൾ BMS അഡ്രസ്സ് ഇവിടെ 0 എന്ന് കൊടുക്കുക. 485 ആണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ CAN ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയിലുള്ള BMSൽ ഏതാണോ ID CAN പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ RS485 സെറ്റ് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടുത്തെ മൊത്തം സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ കാണാം. അതർ, CP, UFO, പേസ്, പൈലോൺ ടെക്, സോറോടെക്, മോഡ്ബസ്, ഇങ്ങനെ മെയിനായിട്ടുള്ള കുറച്ച് സോറോടെക്കും പൈലോൺ ടെക്കും പേസുമാണ് കോമൺ ആയിട്ട് വരുന്ന ഇത്. സോറോടെക് ഇവരുടേതാണ്, പേസും പൈലോൺ ടെക്കുമാണ് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സെറ്റിങ്സ്. പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് CAN പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് CAN പ്രോട്ടോക്കോളാണ് ഇപ്പോൾ കണക്ട് ആയിട്ടുള്ളത്. പിന്നീട് അടുത്തത് അതറാണ്. ഇതിൽ നമുക്ക് ഫാക്ടറി റീസെറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളുമാണ്. പ്രോഗ്രാം അപ്ഡേറ്റ്, അതുപോലെ തന്നെ അതെങ്ങനെ കാണിക്കണം, കിലോ വാട്ടിൽ കാണിക്കണോ അതോ വോൾട്ടേജ് പ്ലസ് പെർസെൻറ്റേജ് കാണിക്കണോ എന്നുള്ള രീതിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ കിലോ വാട്ടിലാണ് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും കാണിക്കുന്നതും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലൊന്നും വലിയ കാര്യമായിട്ടുള്ളത്. പിന്നെ ബാറ്ററി ടൈപ്പിൽ നമ്മൾ ലിഥിയം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആൾറെഡി ഡിറ്റക്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ കട്ട് ഓഫ് SOC എത്ര പെർസെൻറ്റേജിലാണ് ബാറ്ററിനെ കട്ട് ചെയ്യേണ്ടത്, അതായത് ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ബാറ്ററിയുടെ കട്ട് ഓഫ് വോൾട്ടേജ്, കട്ട് ഓഫ് SOC, കാരണം ഇവിടെ ആൾറെഡി ലിഥിയം ബാറ്ററിയുമായിട്ടും അതുപോലെ തന്നെ BMSമായി കമ്മ്യൂണിക്കേറ്റഡ് ആയതുകൊണ്ട് പിന്നെ പെർസെൻറ്റേജ് ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റിങ്സാണ് കട്ട് ഓഫ് SOC. പിന്നെ SOC പോയിന്റ് ബാക്ക് ടു AC. അപ്പോൾ അതിൽ 60% കൊടുത്തുള്ള SOC പോയിന്റ് ബാക്ക് ടു ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ DC വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ AC വർക്ക് ചെയ്യാനും. അപ്പോൾ 90% ഇപ്പോൾ ഓഫ് ഗ്രിഡ് മോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 90% ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും, ഗ്രിഡിനെ കട്ട് ചെയ്യും. അതുപോലെ തന്നെ അത് ഡിസ്ചാർജ് ചെയ്ത് 60% ആയി കഴിഞ്ഞാൽ അത് ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് നിർത്തി ഗ്രിഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഈ ഒരു സെറ്റിങ്സ്. നമ്മുടെ പഴയ MPPT-കളിലൊക്കെ റിലേ ഓൺ റിലേ ഓഫ് എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റിങ്സ് ആണ്. ഇതിനുള്ളത് ബാറ്ററി പാരാമീറ്റേഴ്സ് ആണ്. ബാറ്ററി പാരാമീറ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ കാണാൻ കഴിയുന്നത് അതിന് മാക്സിമം ചാർജിങ് കറണ്ട്, AC ചാർജിങ് കറണ്ട്, അതായത് ഗ്രിഡിന് എത്ര ചാർജ് ചെയ്യേണ്ടത് കറണ്ട്, പിന്നെ വോൾട്ടേജ് പോയിന്റ് ബാക്ക് ടു AC. ഇത് നമ്മളുടെ നോർമൽ ബാറ്ററികളാണെങ്കിൽ, ലിഥിയം ബാറ്ററി അല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് വോൾട്ടേജാണ് വർക്ക് ചെയ്യുക. അപ്പോൾ എത്ര വോൾട്ടേജിൽ AC-ലോട്ട് മാറണം, എത്ര വോൾട്ടേജിൽ ബാറ്ററി എടുക്കുക DC-ലോട്ട് മാറണം എന്നുള്ള സെറ്റിങ്സ് ആണ്. റിലേ ഓൺ റിലേ ഓഫ് എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ്. ബാറ്ററി ഡിസ്ചാർജ് ലിമിറ്റ് ഇവിടെ നമ്മൾ 0 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ .0 is not limit എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി 100 ആമ്പിയർ ആണ് അല്ലെങ്കിൽ 50 ആമ്പിയർ എടുക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇക്വലൈസേഷൻ ആണ്. ഇത് ബാറ്ററി ഇക്വലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യേണ്ട സെറ്റിങ്സ് ആണ്. ഇത് പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. അത് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് എക്സ്പേർട്ട് ടെക്നീഷ്യൻസ് അണ്ടറിൽ മാത്രമാണ് ശരിക്കും ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതിന് ഒരുപാട് ഫാക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അടുത്തൊരു സെറ്റിങ്സ് ആണ് നമ്മളിവിടെ സെക്കൻഡ് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഏത് SOC-യിൽ സെക്കൻഡ് ഔട്ട്പുട്ട് കട്ട് ചെയ്യണം എന്നുള്ള സെറ്റിങ്സ് നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1155 പാസ്വേഡ് അടിച്ച് കയറുന്നു. എന്നിട്ട് ഇവിടെ ബാറ്ററി പാരാമീറ്റേഴ്സ് നോക്കുന്ന സമയത്ത് ബാറ്ററി ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ SOC കാണിക്കുന്നുണ്ട്. SOC പോയിന്റ് ബാക്ക് ടു AC, പോയിന്റ് ബാക്ക് ടു DC, അതായത് പോയിന്റ് ബാക്ക് ടു ബാറ്ററി. ഈ സെറ്റിങ്സ് ആണ് നമ്മളുടെ സെക്കൻഡ് ഔട്ട്പുട്ടിന് വർക്ക് ചെയ്യുക. അതായത് ഈ പോയിന്റ് ബാക്ക് ടു AC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സെയിം വാല്യൂ ആണ് കറണ്ട് പോയ ടൈമിൽ സെക്കൻഡ് ഔട്ട്പുട്ടിന് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അതായത് കറണ്ട് പോയിട്ട് സെക്കൻഡ് ഔട്ട്പുട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക 60% ബാറ്ററി ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഔട്ട്പുട്ടിന് കട്ട് ചെയ്യും. കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൻ ഔട്ട്പുട്ട് കണ്ടിന്യൂ ചെയ്യും. കാരണം മെയിൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യാതൊരുവിധ ഇതുമായി ബന്ധമില്ലാതെ ഫുൾ ടൈം തരേണ്ട ഔട്ട്പുട്ടാണ്. അപ്പോൾ അതേ സെറ്റിങ്സ് തന്നെയാണ് ഇവിടെയും. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ലിഥിയം ബാറ്ററി അല്ല എന്നുണ്ടെങ്കിൽ SOC പോയിന്റ് ബാക്ക് ടു AC എന്നുള്ള വോൾട്ടേജ് എത്തുമ്പോൾ, ബാറ്ററിയുടെ വോൾട്ടേജ് എത്തുന്ന സമയത്ത് സെക്കൻഡ് ഔട്ട്പുട്ടിനെ കട്ട് ചെയ്യാനും ഈ സെറ്റിങ്സ് ഉപയോഗിക്കുന്നതാണ്. പിന്നീട് അടുത്ത സെറ്റിങ്സ് വരുന്നത് AC സെറ്റിങ്സ് ആണ്. AC-യിൽ സെറ്റിങ്സ് കയറി വരുന്ന സമയത്ത് നമുക്ക് കാണാം AC ഇൻപുട്ട് റേഞ്ച്, UPS മോഡ്, പിന്നെ ഉള്ളത് ഒരു അപ്ലയൻസസ് മോഡാണ്. അപ്ലയൻസ് മോഡ് എന്ന് പറയുമ്പോൾ 90 വോൾട്ട് മുതൽ 280 വോൾട്ട് വരെ വർക്ക് ചെയ്യുന്നതും
UPS മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 to 280 വോൾട്ട് വർക്ക് ചെയ്യുന്നൊരു മോഡാണ്. പിന്നെ ഇവിടെ ഫ്രീക്വൻസി 50 ഹെർട്സ്, ഔട്ട്പുട്ട് വോൾട്ട് 230 വോൾട്ട്. ഇത് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ഇവിടെയുള്ള സ്വിച്ച് ഓഫ് ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെറ്റിങ്സ് മാറുള്ളൂ. അപ്പോൾ അത്ര ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ റീകണക്ഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കറണ്ട് പോയി വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ട ഒരു ഡിലേ കൊടുക്കുന്നത്. അത് നമ്മൾ പെട്ടെന്ന് കറണ്ട് വന്നു പോകുന്ന സമയങ്ങളിൽ ഒരു ഒരു സേഫ്റ്റി ഫീച്ചർ പോലെ ഉള്ളൊരു സെറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മൾ 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ എടുക്കുകയുള്ളൂ. അടുത്ത ജനറേറ്ററാണ്. ജനറേറ്റർ നമ്മളിവിടെ ഓൺ അല്ലാത്തതുകൊണ്ട് പിന്നെ NC-യിലൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് അവിടെ നോക്കുന്നില്ല. പിന്നെ അടുത്തത് ഗ്രിഡാണ്. ഗ്രിഡ് PV ഗ്രിഡ് ടൈഡ് ആണ്. നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്യാം. ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാൻ കഴിയും. കാണാൻ കഴിയുന്നതാണ്. നമുക്കിവിടെ ഗ്രിഡ് ഓഫായി. വീണ്ടും ഗ്രിഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ PV ഗ്രിഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആവും. അത് എക്സ്പോർട്ട് എന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അടുത്ത സെറ്റിങ്സ് വരുന്നത് പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ നൈറ്റിൽ ടൈം സെറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് വൈകിട്ട് 6 മണി മുതൽ ബാറ്ററിയിൽ നിന്നാണ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ബാറ്ററി ഫസ്റ്റ് ആദ്യം ബാറ്ററി നൽകി കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് ടൈം 18, എൻഡ് ടൈം 24. സ്റ്റാർട്ട് ടൈം 18, എൻഡ് ടൈം 24. ഇത് ഈ 0 to 24 മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് രാത്രി 10 മണി വരെയാണ് വർക്ക് ചെയ്യേണ്ടതിന് ഇവിടെ 18 to 22 കൊടുക്കുക. അതിന് ശേഷം അടുത്ത മോഡ് ഏതാണ് എടുക്കുന്നത് അതിലോട്ട് മാറും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബാറ്ററി ഫസ്റ്റ് 18 to 24 കൊടുത്തു. പിന്നീട് രാത്രി 12 മണിക്ക് ശേഷം രാവിലെ 6 മണി വരെ ഏത് സെറ്റിങ്സും ഒന്നും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിങ്സും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അടുത്ത സെറ്റിങ്സ് എന്താണ്? സോളാർ ഫസ്റ്റ് 6 മുതൽ 18 വരെയാണ്. മോർണിംഗ് 6 to 18 സോളാർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈം എടുക്കുന്നത് വരെ അതിന് മുമ്പുള്ള സെറ്റിങ്സ് ആണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും 18 എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മണിക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ സെറ്റിങ്സ് ഓണായി. ബാറ്ററി ഫസ്റ്റിലോട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം 6 മണി വരെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളോട് 24 നിന്ന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു എന്ന് മാത്രം. ആ ദിവസത്തെ 24 അതിൻ്റെ മാക്സിമം ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ പുലർച്ചെ 4 മണിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ 18 കഴിഞ്ഞ് 04 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 24 തന്നെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ചാർജിങ്ങിനുള്ള പ്രയോറിറ്റിക്കും ഇതിൻ്റെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അത് നല്ലൊരു ഫീച്ചറാണ് ആക്ച്വലി ഇൻവേർട്ടറിൽ. നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ഗ്രിഡിൽ നിന്ന് യൂസ് ചെയ്യാതെ ബാറ്ററിയിൽ നിന്ന് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റിങ്സ് ആണ്. പിന്നെ അടുത്തൊരു സെറ്റിങ്സ് ഉള്ളത് പാരലൽ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പാരലൽ സിംഗിൾ ഫേസ് പാരലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൺ കൊടുക്കാം. 3 ഫേസ് പാരലായിട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ പാരലൽ കാർഡുള്ള ഇൻവേർട്ടേഴ്സ് ആകുമ്പോൾ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ 3 ഫേസ് പാരലായിട്ടും വർക്ക് ചെയ്യും.